എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ക്യാമറാമാൻ ഉണ്ടായതുകൊണ്ട് കല്ലട ആറിൻ്റെ തീരത്ത് വന്ന് പ്രകൃതി രമണീയതയിൽ മുഴുകി നിന്നുകൊണ്ടാണ് ഇന്ന് നമ്മുടെ ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ക്യാമറാമാൻ മണിയനോടൊപ്പം രാധികാ മണിയനാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓണം സദ്യ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത 3 ഒഴിച്ചു കറികളാണ്. അതായത് പരിപ്പ്, സാമ്പാർ, പുളിശ്ശേരി. 3 ഒരുമിച്ച് ഞാൻ ഉൾപ്പെടുത്തിയത് എന്താണെന്ന് വെച്ചാൽ, എത്രയും പെട്ടെന്ന് എനിക്ക് ഈ സെഗ്മെൻറ്റ് അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മുടെ ഓണം തിരക്കുകളൊക്കെ തുടങ്ങുകയാണ്, ഷോപ്പിലും തിരക്കൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. അതിനു മുമ്പേ നമ്മുടെ റെസിപ്പി വീഡിയോകളെല്ലാം ഇവിടെ അവസാനിപ്പിക്കണം. അത് വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ ഓണസദ്യ വിഭവങ്ങളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ നമുക്ക് എല്ലാ ദിവസവും ഈവനിങ് 7 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ഓണം സദ്യ വിഭവങ്ങളുടെ വീഡിയോ എത്തുന്നതായിരിക്കും. ഇതുവരെ ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് എത്തിയിരിക്കുന്നത്. ഇനി എല്ലാ ദിവസങ്ങളിലും എത്തുകയാണ്. അതുകൊണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് അത്യാവശ്യമാണ്. ലൈക്കും കമൻറ്റും ഷെയറും ഒന്നും ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്തേക്കണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്ക് സാമ്പാർ വയ്ക്കാം. അതിനായിട്ട് ഒരു 250 ഗ്രാം മത്തങ്ങയും 100 ഗ്രാം തോരൻപരിപ്പും എടുത്തിട്ടുണ്ട്. മത്തങ്ങ അരിഞ്ഞിട്ട് കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തോരൻപരിപ്പും കഴുകി എടുത്തിട്ട് വന്നിട്ടുണ്ട്. അതിന് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സദ്യ സ്പെഷ്യൽ സാമ്പാറിന് ആദ്യം ഇങ്ങനെ മത്തങ്ങയും തോരൻപരിപ്പും വേവിച്ചതിന് ശേഷമാണ് അതിലേക്ക് ബാക്കിയുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കുന്നത്. അതിന് മത്തങ്ങയും പരിപ്പും കൂടി അടപ്പയിൽ വേവിക്കാൻ വെച്ചതിന് ശേഷം ബാക്കിയുള്ള പച്ചക്കറികൾ എടുക്കാം. ഏത് പച്ചക്കറികളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറികൾ എല്ലാം എടുക്കാം. ഞാൻ ഇത്രയും പച്ചക്കറികളാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നമുക്കിനി അരിഞ്ഞെടുത്തിട്ട് വരാം. പച്ചക്കറികളെല്ലാം നമ്മളിങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ അവിയലിന് നീളത്തിലാണ് അരിഞ്ഞതെങ്കിൽ സാമ്പാറിന് ഇങ്ങനെ സ്ക്വയറായിട്ടാണ് അരിയുന്നത്. പിന്നെ ഞാൻ തക്കാളി എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു തക്കാളിയും അരിഞ്ഞ് ചേർത്തു. അപ്പോഴത്തേക്കും നമ്മൾ മത്തങ്ങയും പരിപ്പും കൂടെ വേവിക്കാൻ വെച്ചത് റെഡിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ ഇങ്ങനെ ഒരു സ്മാഷർ വെച്ചിട്ട് ഇടിച്ചുടച്ച് എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അതിൽ നിന്ന് നമ്മുടെ വെണ്ടയ്ക്ക മാത്രം അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അവസാനം ചേർക്കാം. അതിലേക്ക് മസാലകളായിട്ട് വേണ്ട മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള പുളിയുടെ വെള്ളം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് അതിനെ നമുക്ക് വേവിക്കാനായിട്ട് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും നമുക്കിതിലേക്കൊരു മസാല തയ്യാറാക്കാം. 1 സ്പൂൺ ഉഴുന്ന്, 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ ഉലുവ, ഒരു 1/2 സ്പൂൺ കുരുമുളക് ഇത്രയും ചേർത്തൊന്ന് മൂപ്പിക്കാനായിട്ട് വെക്കാം. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു. തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ എടുക്കാനായിട്ട് വിട്ടുപോയതാണ്. ഈ ഒരു കപ്പിന് 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുത്തത്. അതായത് നമ്മുടെ ഒരു 2 കൈപ്പിടി തേങ്ങ. അതൊന്ന് നല്ലപോലെ മൂപ്പിച്ചെടുക്കാം. നല്ലപോലെ മീൻസ് നമ്മുടെ തീയലിൻ്റെ അത്രയും ഒന്നും മൂത്ത് പോവണ്ട. ഈ ഒരു പരുവത്തിൽ മൂത്തെടുത്താൽ മതി. അതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്ക് തണുക്കാനായിട്ട് വെക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മൂപ്പിച്ച് മാറ്റി വെച്ച ആ മസാലയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതാണ് നമ്മുടെ സദ്യ സാമ്പാറിന് ടേസ്റ്റ് കൂട്ടുന്ന സീക്രട്ട്. സദ്യ സാമ്പാറിൻ്റെ ടേസ്റ്റ് ഈ ഒരു മസാലയാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് കായപ്പൊടിയും ചേർത്തിട്ട് പിന്നെ നമുക്ക് കൂടുതൽ നേരം തിളപ്പിക്കേണ്ടതില്ല. ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതി. ആ അരപ്പിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരേക്കും തിളപ്പിച്ചെടുക്കാം. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു പാത്രം വെച്ച് അതിലേക്ക് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിച്ച ശേഷം നമുക്ക് മുളകിട്ട് കൊടുക്കാം. കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്ത ശേഷം അത് നമ്മുടെ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ രീതിയിൽ സാമ്പാർ വെച്ചിട്ടില്ലാത്തവർ ഈ ഓണത്തിനെങ്കിലും ഇങ്ങനൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പരിപ്പും പുളിശ്ശേരിയും ഉണ്ടാക്കണം. ആദ്യം നമുക്ക് പരിപ്പിനുള്ള അരപ്പ് റെഡിയാക്കാം. ഒരു കുഞ്ഞ് കൈപ്പിടി തേങ്ങ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. കാരണം ഒരു 100 ഗ്രാം പയറാണ് ഞാൻ എടുക്കുന്നത്. അതുകൊണ്ടാണ്. അതിലേക്കൊരു 3-4 ഇതൾ പൂണ്ട് ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ ജീരകം, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പരിപ്പിൻ്റെ അരപ്പ് നമുക്ക് അരച്ചങ്ങോട്ട് മാറ്റി വയ്ക്കാം.
അതിനുശേഷം നമുക്ക് പുളിശ്ശേരിയുടെ അരപ്പ് റെഡിയാക്കാം. അതിലേക്കൊരു 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. 3-4 കൈപ്പിടി തേങ്ങ. 1/2 ലിറ്റർ മോരാണ് ഞാൻ എടുക്കുന്നത്, അതുകൊണ്ടാണ്. അതിലേക്കൊരു 3-4 കുഞ്ഞുള്ളിയും 3-4 ഇതൾ നമ്മുടെ പൂണ്ടും എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാന്താരി മുളകാണ്. കാന്താരി മുളക് ഇല്ലാത്തവർ നോർമൽ മുളക് എടുത്താൽ മതി. ഞാനൊരു 7-10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. കൂടെ ഒരു 2 ചെറിയ പീസ് ഇഞ്ചിയും ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 4-5 ഇല കറിവേപ്പിലയാണ്. ഇതളല്ല, 4-5 ഇല കറിവേപ്പില ചേർത്ത് കൊടുത്തു. 1/4 സ്പൂൺ ജീരകവും 1/4 സ്പൂൺ ഉലുവയും പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് അത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുത്ത അരപ്പ് ഞാനൊരു മൺകലത്തിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഈ കലത്തിലാണ് ഞാൻ മോര് കാച്ചുന്നത്, അതുകൊണ്ട് അതിനകത്തേക്ക് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ലിറ്റർ മോരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ലിറ്റർ മോരും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കട്ടി മോരായിരുന്നത് കൊണ്ട് തന്നെ ഇത്തിരി വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് അടപ്പയിലേക്ക് വയ്ക്കാം. മോര് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് പരിപ്പ് റെഡിയാക്കി എടുക്കാം. പരിപ്പിന് വേണ്ടിയിട്ട് ഒരു 100 ഗ്രാം ചെറിയ പയറും 5 പച്ചമുളകും ഒരു 5 ചെറിയ ഉള്ളിയും കുഞ്ഞുള്ളിയും കൂടി ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് വയ്ക്കാൻ നമുക്ക് പൈറ്റ് അളവെടുത്ത് വയ്ക്കാം. അതൊക്കെ ഇച്ചിരി പാടുള്ള പണികളായതുകൊണ്ട് ഈസി ജോബ് ഇതാണല്ലോ എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെയാണ് പരിപ്പ് വെക്കാറ്. അളവെടുത്ത് വെക്കുന്നവർക്ക് അങ്ങനെയും വയ്ക്കാം. പിന്നെ ആ പരിപ്പ് നമുക്കിങ്ങനെ സ്മാഷർ വെച്ചൊന്ന് കുത്തി ഉടച്ചെടുക്കാം. ഇങ്ങനെ കുത്തി ഉടച്ചെടുക്കുമ്പോൾ നമ്മൾ അളവ് ഇട്ട് വെക്കുന്നത് പോലെ തന്നെ ഇരിക്കും. മിക്സിയിലിട്ട് അരച്ച് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ അത് അരഞ്ഞു പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുത്തി ഉടച്ചെടുക്കുന്നത്. ടേസ്റ്റും ഇത് തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതൊക്കെ അവരൊരിഷ്ടം പോലെ വയ്ക്കാം. അതിലേക്ക് നമുക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പരിപ്പിൻ്റെ അരപ്പ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വെള്ളവും ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടപ്പിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മോര് ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. 2 സൈഡിലും ഇങ്ങനെ തിളച്ച് പറ്റി വരുന്ന, നമ്മളിവിടെ തികന്ന് വരുന്നെന്ന് പറയും. ഇങ്ങനെ 2 സൈഡിലും കലത്തിൻ്റെ 2 സൈഡിലും ഇങ്ങനെ പറ്റി വരണം, അതാണ് തികന്ന് വരുന്നത്. അല്ലാതെ തിളയ്ക്കരുത്, വരരുത് ചൂടായി വരുന്ന സമയം. അപ്പം മാറ്റി വയ്ക്കാം. അതിലേക്ക് നമ്മൾ പരിപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പരിപ്പ് ഒന്ന് തിളച്ച് വരുന്നത് വരെ നോക്കണം. മോരിന് തിക വന്നാൽ മതിയെങ്കിൽ പരിപ്പിങ്ങനെ തിളച്ച് വരണം. തിളച്ച് വന്നപ്പോഴേക്കും അതും റെഡി ആയിട്ടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് രണ്ടിനോട് നമുക്ക് വറവിടേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് എണ്ണയും ഒഴിച്ച് കൊടുത്ത് കടുക് ഇട്ട് മുളകും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ആഡ് ചെയ്യാം. കറിവേപ്പിലയും ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമുക്ക് പരിപ്പിലേക്കുള്ള വറവങ്ങ് ഇട്ട് കൊടുക്കാം. പരിപ്പിലേക്കുള്ളത് മാത്രം മാറ്റിയെന്ന് വെച്ചാൽ ബാക്കിയുള്ള വറവിലേക്ക് നമുക്ക് ഇനി ഒരു 1/4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇനി നമുക്കത് നമ്മുടെ മോരിലേക്ക് പുളിശ്ശേരിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവിലേക്ക് ഈ മുളക് പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പുളിശ്ശേരിക്കൊരു പ്രത്യേക ടേസ്റ്റും പ്രത്യേക കളറും ഒക്കെ കിട്ടും. അപ്പോഴും നമ്മുടെ സദ്യ സ്പെഷ്യൽ പരിപ്പും പുളിശ്ശേരിയും റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. 2 ദിവസമായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റുന്നില്ലായിരുന്നു. ഇനി മുതൽ നമ്മുടെ വീഡിയോസ് എന്നും കാണും. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.